TV ഇന്റർവ്യൂല്. ഭാഗ്യം. അവളെ അറിയോ? എവളെ? എന്റെ ഭാര്യയെ. അവളുടെ പേര് ഭാഗ്യം എന്നാണ്. ഓ ഭാഗ്യം. ചേച്ചിയെ പരിചയപ്പെടണമെന്നുണ്ട്. വീട്ടിലേക്ക് ഞങ്ങൾ വരാനിരിക്കായിരുന്നു. കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയായിട്ട് വേണം. ഒരു കൊട്ട ആപ്പിളും പരിപ്പോടെ കേട്ട് അങ്ങോട്ട് വരാം. പിന്നെ നിങ്ങളുടെ പ്രോഗ്രാം കണ്ടിട്ട് ബാംഗ്ലൂരിൽ നിന്ന് GM വിളിച്ചിരുന്നു. ഇന്റർവ്യൂല് ബാങ്കിന്റെ പേര് എടുത്തു പറഞ്ഞത് പുള്ളിക്കാർ വലിയ സന്തോഷമായി. അല്ല, ബാങ്കിന്റെ പേര് പറഞ്ഞ നന്നായില്ലേ ഇപ്പൊ? വണ്ടിയുടെ ആൾട്രേഷൻ പണിക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകേണ്ടതുകൊണ്ട് RC ബുക്ക് എടുത്തിട്ടില്ല. ഓഹോ, വണ്ടിയുടെ പണിയൊന്ന് കഴിയും. എപ്പോഴേ കഴിഞ്ഞു? അത് കൂടിപ്പോയാ 3 ദിവസം. പണി കഴിഞ്ഞാൽ ഉടനെ വണ്ടി എന്നെ കൊണ്ടു കാണിക്കണം. അപ്പൊ RC ബുക്ക് കൊണ്ടുവരണം. അതിനുശേഷം അതിന്റെ അടുത്ത ഗഡു 40% തരും. ഹലോ സുധാര, മൊബൈൽ ഹെറിറ്റേജ് റെസ്റ്റോറന്റിലുള്ള ആദ്യ ഗഡു ഒരു 20,000 റുപ്പീസ് ഒന്ന് സോർട്ട് ഔട്ട് ചെയ്ത് ഇപ്പൊ തന്നെ കൊടുത്തേക്ക്. ഓക്കെ? ചെല്ലു, സുധാരണ ഉണ്ടാവും മതി. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. സോറി. താങ്ക് യു സർ. മോഷൻ ഇവർക്ക് എന്താണ് ചോറ് വാങ്ങിച്ചു കൊടുത്തില്ലേ? ചോറ് വാങ്ങിച്ചു കൊടുത്തു. വേണ്ടെന്ന് പറഞ്ഞു സാർ. എന്താടാ ചോറിനകത്ത്? ഓഹോ, നെയ്യും സാമ്പാറും ഉണ്ടെങ്കിൽ നീയൊക്കെ ആഹാരം കഴിക്കുമല്ലേ? നിന്നൊക്കെ വെറും വയറ്റിട്ടിരിക്കണോടാ. ഞങ്ങൾ ഈ ഗ്രൂപ്പിൽ പെട്ടതല്ല സാർ. ഏതായാലും വന്നതല്ലേ, അതിരിക്കട്ടെ. ഒരു കോംപ്ലിമെന്റ്. പോയ ബുദ്ധിയും തന്ന ഇടിയും തിരിച്ചെടുക്കാൻ പറ്റില്ല. എന്താടാ നിനക്ക് തിരിച്ചെടുക്കണമെന്നുണ്ടാ? ഞങ്ങൾ ബുക്കും പേപ്പറായിട്ട് വന്നാണ് സാർ. പിന്നെ പേന നിന്റെ അപ്പം കൊണ്ടുപോടാ. അയ്യോ, വണ്ടിയുടെ ബുക്കും പേപ്പറായിട്ട് വന്നാണ് സാർ. പിന്നെ നേരത്തെ പറഞ്ഞൂടെ? എല്ലാം റെഡിയായി വെച്ച് തോന്നിയാണോ പാവം? ഇല്ല സാർ, ഞങ്ങളൊരു മൊബൈൽ റെസ്റ്റോറന്റ് തുടങ്ങാനുള്ള പരിപാടിയാ. സാങ്ഷൻ ഇന്നത്തില്ല സാർ. AC കണ്ടാ മതി, ഞാൻ പറഞ്ഞു പറ. ഓ ശരി സാർ. നിനക്ക് ഹിന്ദി അറിയാമോ? ഹിന്ദി ഇവനറിയാം. അച്ഛാ, എന്താ ഇവരോടൊന്ന് ചോദിച്ചേ, ജ്വല്ലറി കയറി ആരാ മോഷ്ടിച്ചെന്ന്. ആരാ? വ്യക്തമായിട്ടവർക്ക് മനസ്സിലാണം. ഒന്ന് വിളിച്ചേ സാർ. അങ്ങോട്ട് നീങ്ങില്ലേ? അനിയനെ കൂടെ കേറിയുന്നേ. അല്ല, ഒന്ന് ഇടിച്ചിട്ട് ചോദിക്കുമ്പോ അതിന്റെ ഒരു ഞാൻ ഇടിച്ചോളാം. നീ ചോദിച്ചാ മതി വ്യക്തമായിട്ട്. ശരി. ബനാനല്ല, ഹിന്ദിയില്. അയ്യോ, എന്താടാ ഇവൻ പറഞ്ഞ? കുറച്ച് കറുത്ത നിറമുള്ള ആള് ചെയ്തു. കർത്തവനാ? അയാളുടെ പയറുമണി പോയിന്ന്. നിന്റെ അച്ഛനെ പറിച്ചെടുക്കും. എന്താടാ ഹുസൂർ എന്ന് പറഞ്ഞ? സാറിന്റെ അച്ഛനെ വിളിച്ചതാ. കൃഷ്ണേട്ടൻ കടടച്ചു പോയിന്നാ തോന്നണത്. എന്താ ചങ്ങലയുടെ ശബ്ദം കേൾക്കണേ? വണ്ടിന്റെ എന്തെങ്കിലും ഇളകി വീണായിരിക്കും. നിന്റെ കരുനാക്ക് ഉടച്ചൊന്നും പറയാതിരിക്കോ? ഞാൻ ലൈറ്റ്. അയ്യോ, നിന്റെ കട്ടിൽ ആരാ കിടക്കണ? ഇതെവിടെ തോന്നു കയറി? കണ്ടിട്ടൊരു കാബൂളി സ്റ്റൈലുണ്ട്. അപ്പൊ സംശയിക്കണ്ട, പോലീസ് സ്റ്റേഷനിൽ കണ്ട ഗ്യാങ്ങിപ്പെട്ട സാധനമായിരിക്കും. അല്ല, ഈ ബാണ്ടക്കെട്ടൊക്കെ ഫുൾ സെറ്റപ്പിലാണല്ലോ കിടക്കണത്. കിടക്കാൻ വേറെ ഒരു ഇടം കണ്ടില്ല. ഇന്നാള് കൈ വൃത്തികെട്ട ഷീറ്റ്. അത് നീ ഒന്ന് പിടിച്ചേ. അയ്യേ, ഈ വൃത്തിട്ട് സാധനത്തിൽ പിടിക്കാൻ എനിക്ക് കിട്ടുന്നില്ല. അതിനല്ല, പുറത്തുകൊണ്ട് വെക്കാനാണ്. നീ എന്തേ കാണിക്കണേ? ഞാൻ പുറത്തേക്ക് കിടക്കണേ. അത് ശരി, ഞാൻ വിളിച്ചു നിന്റെ കട്ടിലേക്കായിരിക്കും. അത് പള്ളി പറഞ്ഞ മതി. ഇതേത് ഭാഷ? അത് പറ, ഞാൻ പറയാ. ഇത് മലയാളം അല്ല. പണ്ടാറങ്ങാനായിട്ട് ഇതിനേത് ഭാഷ പറഞ്ഞ് പുറത്തേക്ക് ഇറക്കും? ഞാൻ പറയാ. സാരേ ജഹാംസെ അച്ഛ, ഈ വണ്ടിക്കകത്ത് കയറിയത് സാറിന് ഇഷ്ടായില്ല. ഹിന്ദു സിത്ത ഹമാര ഹമാര. ഈ വണ്ടി ഞങ്ങളുടെയാണ്. നിർത്തടാ. വാട്ട്സ് യുവർ നെയിം? നാം, പേർ. അമ്മോ, ഇത്രയും വലിയ പേരാ? പേര് തന്നെയാണോ പറഞ്ഞെന്ന് ആർക്കറിയാം? പാറ്റകളോട് കുർസി എന്ന് പറഞ്ഞേ? സുന്ദരൻ. തെറ്റിദ്ധരിക്കണ്ട, പേരിൽ മാത്രമേ ഉള്ളൂ. ഉണ്ണി. ആ വണ്ടിക്ക് ധാരാളം കൂട്ടുണ്ട് ഇപ്പൊ. ബസന്തി. ഇപ്പൊ എന്റെ ബലമായ സംശയം, ഇവള് സംസാരിക്കുന്ന ഗുജറാത്തിയാണോന്നാ. പണ്ട് ജാംനഗറിൽ വെച്ച് മലയാളം അറിയില്ല, നീ പറ. പണ്ട് ജാംനഗറിൽ വെച്ച ടിക്കറ്റ് ഇല്ലാത്തതിന് ട്രെയിനിന്ന് എന്നെ ഇറക്കാൻ പോലീസുകാരൻ എന്നോട് ഒരു വാക്ക് പറയണ്ടായി. എന്തത്? മൈ ഗോഡ്. കിട്ടി. കോനാര ബബ്ലൂജി. അവക്ക് മനസ്സിലാവുന്നുണ്ട്. കോനാര ബബ്ലൂജി. എടീ, രാവിലെ മുതൽ നാട്ടുകാരുടെ അടി, പോലീസുകാരുടെ അടി, ഇപ്പൊ നിന്റെ അടി. ഞാനെന്താ ചണ്ടേ?
നിന്നോടൊന്നും നാക്കോട്ട് സംസാരിക്കാൻ പറ്റില്ല. വാടി ഇവിടെ. ഈ ഭാഗം കൊണ്ടോ നിന്നെ ഇനി പരിസരത്ത് കണ്ടുപോരുത്. പരിസരത്ത് കണ്ടുപോരുത്. എന്റെ സ്വഭാവം മഹാപെശക. മഹാപെശക. ഞാൻ ആരാന്ന് നിനക്കറിയില്ല. ആരാ നിനക്കറിയില്ല. നിനക്കും അറിയില്ല. ഇന്നെങ്കിലും എന്റെ കാര്യങ്ങൾ നടത്തി തരണം. നിന്നോടല്ലാതെ ഞാൻ ആരോടാ ഈ കാര്യങ്ങളൊക്കെ പറയാ? ഇനിയെങ്കിലും ഒന്ന് കണ്ണ് തുറന്നൂടെ കൃഷ്ണ. എല്ലാം ഭംഗിയാക്കി തരണേ. സുന്ദര, ഞാനൊരു നല്ല കാര്യത്തിന് ഇറങ്ങാ. ശകുനം നിൽക്കണ്ട. നിന്നെ കണ്ടോണ്ട് പോയ ഗതി കിട്ടില്ല എന്ന് നിനക്കറിയാലോ. ആ വണ്ടിയുടെ അടിയിലോട്ട് കയറി നിന്നോളൂ. ഇപ്പൊ മനസ്സില്ല. അങ്ങനെ പറയരുത് സുന്ദര. നിന്നെ കണി കണ്ടോണ്ട് നിന്റെ അച്ഛൻ കാളച്ചന്തയ്ക്ക് പോയപ്പോഴല്ലേ പോത്തു കുത്തിച്ചത്തത്. അതൊരിക്കലല്ലേ പറ്റുള്ളൂ. ഇനി ഇവനങ്ങനെ നേരെ കയറി വരൂ. എന്താ ചെയ്യാ? പണ്ടാരടങ്ങാനായിട്ട് എന്നെയും കണ്ടുപോയിട്ട് പോത്ത് കുത്തിച്ചാവണ്ട. ആ. അയ്യോ, ബാഗ് എടുത്തില്ല. ബാഗ് അവിടെ. ആ, ബാഗ്. എടാ ഉണ്ണി, അവളുടെ ആങ്ങളായിട്ട് വന്നേക്കണ്. ഞാനടാ ഉണ്ണി. അതങ്ങ് പള്ളി പറഞ്ഞാ മതി. മിണ്ടരടാ, ഞാനടാ ഉണ്ണി. യോ, ഇതെന്ത് പറ്റി? നിന്നോട് പല പ്രാവശ്യം പറഞ്ഞില്ല ഗ്രീസർ വെക്കരുതെന്ന്. നിന്റെ ഈ പണ്ടാർക്കല്ലേ എപ്പോഴാണ് ഇതിനകത്ത് കയറിയത്? ഇതിന് ഇന്നലെ ഇറക്കി വിട്ടതല്ലേ. അതിലെ ചോദിച്ചാൽ എപ്പോഴാണ് കയറിയെന്ന്? വേഗം പിടിച്ചിറക്കിവിട്ടേനെ. അത് നിനക്കും ആവാം. ഞാൻ ഇത്തരം വൃത്തിയായിട്ട് കേസ് ഒന്നായിട്ട് ഡീൽ ചെയ്യാറില്ല. എന്നാ ഇപ്പൊ മാച്ചാണല്ലോ. ഇപ്പൊ നീ മാച്ചായല്ല. പിടിച്ചിറക്കിട്ടെ. ഞാൻ തിരിച്ചു വരുമ്പോ ഈ സാധനത്തിനോട് കണ്ടോണ്ടിരിക്കുന്നു. പറഞ്ഞങ്ങടെ ഇറക്കി വിട്ടേക്കണം. അമ്മോ, മുടിഞ്ഞ പലിശയാ 115. ബ്ലൈഡല്ല, വെട്ടുകത്തിന് പറഞ്ഞാലേ കൃത്യാവൂ. എന്ത് ചെയ്യാനാ കൃഷ്ണട്ടാ? വണ്ടിയുടെ പണി തീർത്ത് കൈമൾ സാറിനെ കാണിക്കാതിരിക്കാൻ പറ്റൂ? പണിയിക്കാൻ തന്ന കാശെടുത്തല്ലേ വണ്ടി സ്റ്റേഷനിൽ നിന്ന് ഇറക്കിയത്. എന്നാലും ഈ കഴുത്തറപ്പൻ പലിശ വേറൊരു വഴിയിട്ട് തെളിഞ്ഞ് കാണുന്നുമില്ല. വാസു പിരിവിനിറങ്ങും മുമ്പ് എത്ര ഒരു ഓട്ടോ പിടിച്ചങ്ങ് പോവാം. മുതൽ ആ പള്ളിയൊക്കെ കഴിഞ്ഞാ അവനിങ്ങടെ വന്ന മുമ്പേ പടിയറിയിക്കോ. ആ പടയപ്പ സിനിമയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാ. സ്ഥലം വിട്ടോ. അവന് ദേഷ്യം വന്നാ പിന്നെ കോപോരിക്കും. പിടിച്ചാ കിട്ടൂല. ആ ബുക്കാറോ ട്രെയിന്റെ സമയമൊന്നും എനിക്ക് അറിയാൻ പാടില്ല. ബുക്കാറല്ലേ വീട്? ബുക്കാറോ എന്ന് പറഞ്ഞ ആ സാധാരണ ഞങ്ങൾക്ക് ബുക്കാറ വന്നു കഴിഞ്ഞാ ഒരു മൊന്ത വെള്ളമായിട്ട് ആ കുറ്റിക്കാട്ടി പോയിരുന്നു മുക്കാറ. ചിന്നക്കുട്ടി വയറ്റി കൈവച്ച് ചിന്നക്കുട്ടി എന്ന് പറഞ്ഞ ഗർഭാണോ? ദൈവമേ, അവൻ വന്ന ഈ ഗർഭം എന്റെ തലയിൽ കെട്ടിവെക്കും. 5-6 രോമം എന്റെ തലേന്ന് പോയെന്ന് വിചാരിച്ച എനിക്ക് കെട്ടിക്കാനുള്ള പ്രായമൊന്നും ആയിട്ടില്ല. പോയ ഇഡലി ഗർഭ, ദോശ ഗർഭ, ബടാ ഗർഭ. ഇഡലി ദോശ വട ഗർഭ. എന്റെ അമ്മേ, ശ്വാസം നേരെ വീണ്. വിശക്കുന്നുണ്ടല്ലേ? ആ ഈ ഇഡലി ദോശ ഗർഭം മേടിക്കാനായിട്ട് എന്റെ കയ്യില് പൈസ ഇല്ല. ഇന്നലെ അടിച്ചില്ലേ അവൻ ദുഷ്ടൻ. ആ ദുഷ്ടൻ അവൻ എനിക്ക് പൈസ തന്നില്ല. പൈസ ഭാഗ്യം. പൈസക്ക് എല്ലാ ഭാഷയിലും പൈസ തന്നെയാണ്. പൈസക്കാരിയാണല്ലേ? ഈ ബാങ്കിൽ ഇനിയും പൈസ ഉണ്ടോ? നിനക്ക് ഇഡ്ഡലി ദോശ വട ഗർഭ, എനിക്ക് പൊറോട്ടയും ചിക്കനും ഗർഭ. ദൈവമേ, എത്ര കാലമായി 50-ന്റെ ഒരു പച്ച നോട്ട് കണ്ടിട്ട് ചെലവാക്കാനും തോന്നണില്ല. ഒരു ഫോട്ടോസ്റ്റാറ്റ് എടുത്തു വെക്കാം. അപ്പൊ ഒരു ഫോട്ടോസ്റ്റാറ്റിന്റെ കാശും കൂടി ഗർഭ. എന്ത് എത്ര വയസ്സായി? കഴിഞ്ഞ ചിങ്ങത്തിൽ 37. നിന്റെ കാര്യമല്ലോ ചോദിച്ചത്. പെങ്ങടാ. കുട്ടിക്ക് 25 വയസ്സായി. കണ്ടാൽ അത്ര തോന്നൂലല്ലേ സാറേ? ഇടയ്ക്കിടയ്ക്ക് ഭ്രാന്താശുപത്രി ഒന്നും ജയിലും ചാടി അല്ല സെല്ലും ചാടി ഇവിടെ വരും. ഇവന്റെ പെങ്ങളായതുകൊണ്ട് ഞാനൊന്നും പറയാറില്ല. ഐ എം സോറി. ദൈവം ആ കുട്ടിക്ക് നല്ലത് വരുത്തട്ടെ. ഞാൻ വരട്ടെ. നീ എന്താ പറഞ്ഞത്? എന്റെ പെങ്ങളാണ്, അവക്ക് തലക്ക് വട്ടാണ്. ഇനി അവക്ക് എന്തെങ്കിലും സംഭവിച്ച എന്റെ തലയിൽ ഇരിക്കട്ടെ അല്ലേ? എനിക്കൊന്നും പറയാനില്ല. 50 രൂപയുണ്ട്, അവൾ എവിടെയെങ്കിലും കൊണ്ടേ കളയും. അങ്ങനെ പറഞ്ഞു കേട്ടില്ലേ? പെൺവാണി പാണോന്ന്. നീ അതും കൂടി മതി, ബാക്കി അല്ലായി. നീ അവളെ കൊണ്ടേ കളയണ്ടോ? എവിടെ നിന്നാണ് 50 രൂപ? ഞാൻ എന്റെ ഷർട്ടിന്റെ കൈ മടക്കി നിർത്ത്. എടാ, നീയല്ലേ എന്റെ തലേ കൈവച്ച് സത്യം ചെയ്ത് നിന്റെ 5-ന്റെ പൈസ ഇല്ലെന്ന്? 5-ന്റെ പൈസ ഇല്ലെന്നല്ലേ പറഞ്ഞു? ഇത് 50 രൂപയാ. അവളെ കൊണ്ടേ കളയടാ. പറ്റില്ല. എന്താ പറ്റാത്തെ? ഇത് 100 ആക്കി തന്നാലേ ഞാൻ കൊണ്ടേ കളയുള്ളൂ. ബസ്സിൽ കയറ്റി ദൂരെ എവിടെയെങ്കിലും കൊണ്ടേ കളയുന്നതിന് എന്തിനാ 100 രൂപ? ബസ്സില പെങ്ങാമരെ കൊണ്ടൊന്ന് ബസ്സിൽ പോകാൻ പറ്റുന്ന കാലമാണ്. ഞാൻ ഒട്ടനെ പോകുള്ളൂ. നീയല്ലേ പറഞ്ഞ പിശാചന്റെ പെങ്ങളാണെന്ന്? എടാ, ആ സമയത്ത് അവളുടെ മുഖമായിട്ട് മാച്ച് ചെയ്യുന്ന വേറൊരു മുഖം ഞാൻ കണ്ടില്ല. അതൊക്കെ പോട്ടെ, ഇനിയിപ്പോ മാറ്റി പറയാൻ പറ്റുമോ? എന്നാലേ എന്റെ പെങ്ങൾ എന്റെ കൂടെ നിൽക്കുന്നതാണ് എനിക്കിഷ്ടം. 50 രൂപ ഇപ്പൊ 100 ആയി. 100 രൂപയ്ക്ക് ഓട്ടോറിക്ഷ എവിടെ വരെ പോകുന്നോ അവിടെ കൊണ്ടേ കളഞ്ഞേ. അപ്പൊ ഞാൻ അങ്ങനെ തിരിച്ചു വരും. സുന്ദര, ഇനിയിപ്പോ നീ പെട്ടെന്ന് തിരിച്ചു വന്നിട്ട് ഇവിടെ ഒന്നും ചെയ്യാനില്ല. അതൊക്കെ റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് നടന്നു വന്നാ മതി. ഇനിയിപ്പോ വരുന്ന വഴിക്ക് പാണ്ടിലൂരി അടിച്ച് നീ ചത്താലും എനിക്കൊരു വിഷമമില്ലടാ. പാണ്ടിലോറി ഇടിച്ചു ചത്താൽ ഒരു അഭിമാനമുണ്ട്. എന്നാൽ ഈ പാട്ട കയറി ചാകലെന്ന് എന്റെ പ്രാർത്ഥന.
നീ അവിടെ പാട്ടൊക്കെ എടുത്തോണ്ട് പോയേ. പോവാനുള്ള ഉദ്ദേശമുണ്ടോ? ദുഷ്ടൻ. ഞാൻ പഠിപ്പിച്ചെടുത്തൊന്നുമല്ലട്ടാ. ഇങ്ങോട്ട് വാ ചവ. എന്റെ കൈ അത്. ഓ, ശവത്തിന്റെ കൈ മാറിപ്പോയി. ഇങ്ങോട്ട് വാ. വൃത്തിയായിട്ടത് കുളിക്കാണ്ട് കിടക്ക. ഇനി അവനാണോ? ആ നീയെപ്പെത്തി? ആ ഞാൻ 10 മിനിറ്റായി വന്നിട്ട്. ആ മാരണത്തിന് എവിടെ കൊണ്ട് കളഞ്ഞേ? ഓ ഒന്നും പറയണ്ട. ഇവിടുന്ന് നേരെ ഇറങ്ങിയപ്പോഴാണ് ചെട്ടിക്കാട് പള്ളി പെരുന്നാളെന്ന് കേട്ടത്. ആ. ജെട്ടിന്ന് ബോട്ടും പിടിച്ച് ചെട്ടിക്കാട് പള്ളി ചെന്നിറങ്ങിയപ്പോ ജനസമുദ്രം. ആ. ഞാൻ ആംഗ്യ ഭാഷയിൽ ഈ കുർബാന കാണിച്ചു തരാന്ന് പറഞ്ഞ് ജനങ്ങളുടെ ഇടയിലേക്ക് കയറ്റി വിട്ട് ഞാൻ ഇങ്ങോട്ട് മുങ്ങി. ഈ ശാപമൊക്കെ ഞാൻ എവിടെ കൊണ്ട് കയറ്റി വെക്കും എന്റെ ഈശ്വര. പിന്നെ മാതാവിന്റെ അടുത്താണല്ലോ കൊണ്ട് എത്തിച്ചെന്നുള്ള സമാധാനത്തിൽ പല്ലിന്റെ ഇടയിൽ കുത്തിയിരിക്കുന്നു. ഈ ഇറച്ചി തിന്നാ പല്ലിന്റെ ഇടയിൽ കയറും. നീ എവിടെ ഇറച്ചി അല്ല ഇറച്ചി തിന്നാ പല്ലിന്റെ ഇടയിൽ കയറും എന്ന് പറഞ്ഞതാ. ഞാനൊന്നും തിന്നില്ലേ. ഇനി അത് കുത്തി കുത്തി ചോദിക്കും. കുത്തണില്ല. അമ്മോ നീ വല്ലതും കഴിച്ചാ? തന്നെ ബ്രെഡും പഴവും. ബ്രെഡും പഴോ അതൊക്കെ ഗ്യാസാണ്. ഗ്യാസാ? അപ്പൊ പിന്നെ ഇത് വേണ്ടായിരിക്കുമല്ലോ. അത് വേണ്ടാന്ന് പറയോ? ഇത് ഗ്യാസിന് നല്ലതാ. അതിന്റെ മുക്കാൽ ഭാഗം എനിക്കാട്ടോ. സംഗതി കുറച്ച്. നീ എന്നെ വഴക്ക് പറയുമെങ്കിലും നിനക്കെന്നോട് സ്നേഹമുണ്ട്. സ്നേഹം കൊണ്ടൊന്നല്ല, ആ ജന്തുവിനെ കൊണ്ട് കളഞ്ഞാലുള്ള സന്തോഷത്തിനാ. നീ സ്റ്റെപ്പ് വിട്ടോളൂ പുറത്തിറങ്ങിയ അകത്താകുന്ന നിങ്ങൾ രണ്ടുപേരായിരിക്കും. ചമ്മന്തി ആയിക്കളെ ഞാൻ. ആ ഞാൻ ഡെയിലി ഒന്ന് ചെക്ക് ചെയ്യുന്ന ഓർത്തോ. സാറിന് വേറെ ജോലിയില്ലേ? എന്തേ അല്ല പറഞ്ഞ അല്ല ഞങ്ങൾ വേറെ ജോലിക്കും പോണ്ട് ഇവിടെ ഇരുന്നോളാന്ന് പറഞ്ഞു. ഞാൻ വിളിച്ച് എന്നെ എന്തെങ്കിലും തെറി പറഞ്ഞായിരിക്കും. നീ ചെട്ടിക്കാട് കുർബാന അടിക്കാൻ കൊണ്ടുപോയല്ലടാ. പാലാരിവട്ടത്തേക്ക് ഇവിടുന്ന് വെറും 10 രൂപയുള്ളൂ. എടുക്കണല്ലേ 90 രൂപ. ബാക്കി 92 രൂപ ഞാൻ തിന്നു. കൊല്ലും ഞാനിന്ന് അവളെ. അയ്യോ, അയ്യോ, എടാ വേണ്ടടാ. കൊറേ ദിവസമായി ഇത് തന്നെ. ഇങ്ങനെ തല്ലരുത്. ഇങ്ങനെ തല്ലരുതെന്ന് ഞാൻ അവളോട് ഏത് ഭാഷ പറയാനാ? ഓ അമ്മേ, അമൃതാഞ്ജനുണ്ട് വേണ. കയ്യിൽ വെച്ചു, ആവശ്യം വരും. പാവം. ഈശ്വര, പണി കഴിഞ്ഞ് വണ്ടി ഇന്ന് കാണിക്കാമെന്നല്ലേ പറഞ്ഞിരുന്നത്. അത് ഇപ്പൊ എന്ത് ചെയ്യും? തൽക്കാലം വണ്ടി അയാളെ കണ്ണിപ്പെടണ്ട, എങ്ങോട്ടെങ്കിലും മാറ്റ്. ഞാൻ എത്ര നാളിങ്ങനെ പാത്തും പതിയും നടക്കേണ്ടി വരും എന്റെ പേടി. ഇവിടെ എന്തിനുള്ള പുറപ്പാടാ? ആത്മഹത്യ ചെയ്യാനോ? മുഖം കഴുകാനല്ലേ ഇതിനെ. അയ്യോ എടാ, അവള് ചാടി. അപ്പൊ ആത്മഹത്യ തന്നെ. ഔ, രക്ഷപ്പെട്ടു. അങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവായി കിട്ടുമല്ലോ. അവള് ചത്ത വീരപ്പക്കുറിപ്പ് നമ്മളെ വെറുതെ വിടും. അപ്പൊ രക്ഷിക്കണം. വാ. അവളെ കാണുന്നില്ല. പുലിവാലാകോ? നീ ചാട്. എനിക്ക് നീന്താൻ അറിയില്ല. എനിക്ക് നീന്താൻ അറിയില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? നീന്താൻ അറിയുന്ന ആരെങ്കിലും ഞാൻ വിളിച്ചോണ്ട് വരാം. ഇനി ഒന്നും നോക്കാനില്ല. നിന്റെ കൈ പിടിച്ചേ ഒരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിച്ചോ. എന്നിട്ട് 1 2 3 എന്ന് ഞാൻ പറയും. അപ്പൊ ഒറ്റച്ചാട്ടം. കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാനെ, കൃഷ്ണ വാ. കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. കണ്ടങ്ങിരിക്കും ജനങ്ങളെ, കണ്ടില്ലെന്ന് വരുത്തും. എടാ, ഒന്ന് നിർത്ത്. ഇങ്ങനെ പ്രാർത്ഥിച്ചോണ്ടിരുന്ന പിന്നെ ചാടേണ്ടി വരില്ല. 1 2 3.